ആട്ടിടയനും ചെന്നായയും. ഒരിക്കൽ ഒരിടത്ത് ആട്ടിൻകൂട്ടങ്ങളെ മേയിച്ചു നടക്കുന്ന ഒരു ആട്ടിടയൻ പയ്യൻ ഉണ്ടായിരുന്നു. ഒരിക്കൽ അവൻ ഗ്രാമവാസികളെ പറ്റിക്കുവാൻ തീരുമാനിച്ചു. അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ചെന്നായ വരുന്നേ, രക്ഷിക്കണേ. അവൻ്റെ കരച്ചിൽ കേട്ട ഗ്രാമവാസികൾ ഓടിയെത്തി. അവനോട് ചോദിച്ചു, എവിടെ ചെന്നായ? ഉച്ചത്തിൽ ചിരിച്ചുകൊണ്ട് അവൻ മറുപടി പറഞ്ഞു, ഹ ഹ ഹ, പറ്റിച്ചേ, എല്ലാവരെയും പറ്റിച്ചേ. ഗ്രാമവാസികൾ മടങ്ങിപ്പോയി. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം അവൻ തൻ്റെ അതേ തന്ത്രം പുറത്തെടുത്തു. ഉച്ചത്തിൽ വിളിച്ചുകൂവി, ചെന്നായ വരുന്നേ, ഓടിവായോ. ഗ്രാമവാസികൾ ഓടിയെത്തി. ഇടയച്ചെറുക്കൻ പറഞ്ഞു, ഞാൻ പറ്റിക്കാൻ പറഞ്ഞതാണേ, ഹോയ് ഹോയ്. അവൻ മടങ്ങിപ്പോയി. കുറേ ദിവസങ്ങൾക്ക് ശേഷം അവൻ അങ്ങനെ തന്നെ വീണ്ടും വിളിച്ചുകൂവി, ഓടിവായോ, ചെന്നായ വരുന്നേ, രക്ഷിക്കണേ. സഹായിക്കാനായി ഓടിയെത്തിയ ഗ്രാമവാസികൾ വീണ്ടും ഇളിഭ്യരായി. പല പ്രാവശ്യം അവൻ്റെ വികൃതിക്കിരയായ അവർക്ക് ദേഷ്യം വന്നുവെങ്കിലും അവർ മടങ്ങിപ്പോയി. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഒരു ദിവസം ശരിക്കും ഒരു ചെന്നായ അവൻ്റെ ആട്ടിൻകൂട്ടത്തിന് മേൽ ചാടി വീണു. ഇടയച്ചെറുക്കൻ നിലവിളിച്ചു, ആരെങ്കിലും ഓടി വരണേ, ചെന്നായ, ചെന്നായ, രക്ഷിക്കണേ. ഗ്രാമവാസികൾ ഇടയച്ചെറുക്കൻ്റെ നിലവിളി കേട്ടെങ്കിലും ആരും അനങ്ങിയില്ല. തങ്ങളെ പറ്റിക്കുവാനുള്ള അവൻ്റെ അടുത്ത ശ്രമമാണെന്ന് അവർ കരുതി. അവൻ ഓടി അടുത്തുള്ള ഗ്രാമത്തിലെത്തി പറഞ്ഞു, ഒരു ചെന്നായ എൻ്റെ ആട്ടിൻകൂട്ടത്തെ ആക്രമിക്കുന്നു. പണ്ട് ഞാൻ കള്ളം പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ അത് സത്യമാണ്. ഗ്രാമവാസികൾ ചെന്ന് നോക്കിയപ്പോൾ അവൻ പറഞ്ഞത് സത്യമാണെന്ന് അവർക്ക് മനസ്സിലായി. ഓടിപ്പോകുന്ന ചെന്നായയെയും ചത്തുകിടക്കുന്ന നിരവധി ആടുകളെയും ആണവർ കണ്ടത്. ഗുണപാഠം: നിരന്തരം കള്ളം പറയുന്നവനെ സത്യം പറഞ്ഞാലും ആരും വിശ്വസിക്കുകയില്ല.